ഒരു നല്ല പുസ്തകം സൂര്യോദയത്തെ പോലെയാണ്. അത് നമ്മുടെ കണ്ണുകൾക്ക് മാത്രമല്ല, മനസ്സിനും ഹൃദയത്തിനും വെളിച്ചം പകരുന്നു. On this reading day, we gather to celebrate the healing power of words and the magic of stories. റീഡിംഗ് ഫോർ ഹീലിംഗ് എന്ന ഇന്നത്തെ വിഷയം. അതെ, സിജി എല്ലാ ദിവസവും നടത്തുന്ന ഡിവിഷന്റെ 259 എപ്പിസോഡിലെ റീഡിംഗ് ഫോർ ഹീലിംഗ് എന്ന ഇന്നത്തെ വിഷയം ചിലപ്പോൾ പുസ്തകം നമ്മുടെ നിശബ്ദ സുഹൃത്തുക്കളായി മാറി നമ്മെ മനസ്സിലാക്കാനും ആശ്വസിപ്പിക്കാനും ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാനും സഹായിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എഴുത്തുകാരി, അധ്യാപിക, സൈക്കോളജിക്കൽ കൗൺസിലർ, വോയിസ് ഓവർ ആർട്ടിസ്റ്റ്, ഓതർ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സമകാലീനങ്ങളിൽ ഒട്ടേറെ 200-ൽ പരം കവിതകളും നിരവധി ലേഖനങ്ങളും രചിച്ച പ്രിയപ്പെട്ട നിഖില നാസർ ടീച്ചറെ ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം വായനയോടെയും അറിവിനോടും സ്നേഹമുള്ള എല്ലാ പ്രിയപ്പെട്ട പങ്കാളികളെയും പാർട്ടിസിപ്പൻസിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വായനാ ദിനത്തിൽ നമുക്ക് ഓർക്കാം, പുസ്തകങ്ങൾ ജീവിതത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയല്ല, ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനും അതിൽ നിന്ന് സന്തോഷവും സുഖവും കണ്ടെത്താനും അതിലൂടെ വളരാനും നമ്മെ പഠിപ്പിക്കുകയാണ്. Some wounds heals with me, others heal with words. That is why reading is not just a habit, it is a form of healing. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവായ PN പണിക്കരുടെ സ്മരണയിൽ വായനയുടെ ഈ ആഘോഷം അറിവിന്റെയും ചിന്തയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും വെളിച്ചമായി പകരട്ടെ. Books do not merely help us escape life, they help us embrace it, heal from it, and grow through it. Over to you, ma'am. ആദ്യം സ്വാഗതം ചെയ്ത ആളുടെ പേരൊന്നും എനിക്കറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നുസിയാണോ അത്? ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ ഇവിടെ ശ്രവിക്കുന്ന എല്ലാവർക്കും, ഒപ്പം വളരെ മനോഹരമായ രീതിയിൽ നല്ലൊരു, അതായത് ഒരു പ്രഭാതം പ്രത്യേകിച്ച് വായനത്തിനും അതിന് ഏറ്റവും ഉചിതമായ രീതിയിൽ സ്വാഗതം ചെയ്ത സീനത്തിനും, ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഫെമ്മി, ഒപ്പം ഉള്ള നുസി, ഒപ്പം ഡിവിഷന്റെ എല്ലാ ഭാരവാഹികൾക്കും സാരഥികൾക്കും സിജിക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ ദിവസം നമുക്കിങ്ങനെ തുടങ്ങാം. സന്തോഷമാണ്. കാര്യം വായന, ഹീലിംഗ് രണ്ടും ഏറെ പ്രിയപ്പെട്ട തലങ്ങളും ഉള്ള കാര്യങ്ങളാണ്. ഇത് രണ്ടും കൂട്ടിച്ചേർത്തിട്ടാണ് ഒരവസരം ഇവിടെ കിട്ടിയത് എന്നുള്ളത് നിറഞ്ഞ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാടൊന്നും പറഞ്ഞു പോകാനല്ല, പറയുന്നത് നമുക്ക് ഹൃദയത്തിൽ പരസ്പരം തൊട്ടെന്തെങ്കിലും, അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ആരില്ലെങ്കിലും ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടങ്ങുന്നു. നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന ആഹ്വാനത്തിൽ തുടങ്ങുന്ന ഓരോ വായനയും ആത്മീയമായ തലത്തിലേക്കും നമ്മളുടെ വൈജ്ഞാനികമായ തലത്തിലേക്കും കൂടാതെ നമ്മളെ ഹീലിംഗിലേക്കും നയിക്കുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഡിവിഷന്റെ 259 അല്ലെ, 259 എന്ന് പറഞ്ഞതായിട്ടാണ് എനിക്ക് ഓർമ്മ. 259 ഈ ഇതില് പങ്കെടുക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ട് എല്ലാവരും എന്നും വായിക്കേണ്ട 2 പുസ്തകമുണ്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് ഏതൊക്കെയായിരുന്നു എന്ന് വെച്ചാല്, അവനവനൊന്നും ചുറ്റുമുള്ള പ്രകൃതി മറ്റൊന്നും എന്നാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ നമ്മൾ വായിക്കേണ്ട ഏറ്റവും വലിയ 2 പുസ്തകങ്ങളും ആ പ്രകൃതിയും നമുക്ക് നൽകുന്നത് ആശ്വാസവുമാണ്. അതായത് ഹീലിംഗ്. ഈ സൗഖ്യവും വായനയും തമ്മിൽ എങ്ങനെ ചേർന്ന് വരുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ മനുഷ്യർക്കും വേണ്ടത് സൗഖ്യമാണ്, അതായത് ഹീലിംഗ് ആണ്. അതിനുള്ള നെട്ടോട്ടമാണ് ശരിക്കും നമ്മൾ ഈ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ജോലിക്ക് പോകുന്നു, നമ്മൾ വീട് പുലർത്തുന്നു, വായിക്കുന്നു, ദിനേനയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഏറ്റവും അവസാനവും പ്രധാനപ്പെട്ടതായിട്ട് മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത് സൗഖ്യം തന്നെയാണ്, അതായത് ഹീലിംഗ് തന്നെയാണ്. ഒരു പുസ്തകം നമ്മൾ ഇങ്ങനെ കയ്യിലെടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചാൽ 2 കാര്യം നമുക്ക് പറയാൻ പറ്റും. ഒന്ന്,
നമ്മളുടെ ആദ്യത്തെ വായന എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എങ്ങനെയാ ശരിക്കും? അതതിന്റെ അമ്മയുടെ മുഖത്തു നിന്നുള്ള ഭാവങ്ങളും കയ്യിൽ നിന്നുള്ള ചൂടും. ഒരുപക്ഷെ അതിനു മുന്നേ ആ ഒരു വായന എന്നുള്ളതിനപ്പുറം ഒരു തൊടല് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട PMA ഒക്കെ ഒരിക്കൽ പ്രസംഗിച്ചു വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം തൊട്ടാളും അവസാനം തൊട്ടാളും എന്ന് പറഞ്ഞ ഒരു രീതി. ഒരുപക്ഷെ ആദ്യം തൊടുന്ന അമ്മയായിരിക്കത്തില്ല, നമ്മൾ പോലും അറിയാത്ത നമ്മളെ ആദ്യം കയ്യിലേക്ക് എടുക്കുന്ന ഒരാളായിരിക്കും. അതൊരു പക്ഷേ നമ്മളൊക്കെ ബഹുമാനത്തോടെ ഓർക്കുന്ന ചില നഴ്സുമാരിൽ ആരെങ്കിലും ഒരാളാകാം. പഴയ കാലത്തല്ല, പുതിയ കാലത്ത്. പിന്നെ നമ്മളെ കൊണ്ടുപോയി മണ്ണിലേക്ക് വെക്കുമ്പോൾ ഉള്ളൊരു തൊടലും ഉണ്ട്. ഈ രണ്ട് തൊടലുകൾക്കിടയിലുള്ള ഓട്ടത്തില് നമ്മുടെ ആ തൊടല് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് പോലാണ്. എന്തിനാണ് പുസ്തകം കയ്യിലെടുത്ത് വായിക്കുന്നത് എന്ന് ചോദിക്കും. ആ തൊടലാണ് അവിടെ പ്രവർത്തിച്ചു വരുന്നതെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. തൊട്ട് വായിക്കുമ്പോൾ ഉള്ള അനുഭൂതി. ഒരു മനുഷ്യന് വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ് അവരെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസം. ഇത് തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാം, അല്ലെ? അതുപോലെ തന്നെയാണ് പ്രകൃതിയെയും. അതായത് നമ്മളൊരു വായന എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഒപ്പമുള്ള മനുഷ്യരെ വായിക്കുക. അതായത് അവര് നമ്മളോട്, അതായത് നമ്മൾ ഇപ്പം എൻ്റെ ഒരു കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിലേക്ക് ഒരാൾ ഒരു വിഷമം പറയാൻ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വന്നിരിക്കുമ്പോൾ, അവര് പറയുന്നതിലുപരിയുള്ള കാര്യങ്ങൾ വായിച്ചെടുക്കാൻ നമുക്കൊരു സിദ്ധി ഉണ്ടാവണം. അതായത് അവരുടെ കണ്ണുകളിൽ നിന്ന്, അവരുടെ ശാരീരിക ഭാഷയിൽ നിന്ന്, അവരുടെ നിശ്വാസങ്ങളുടെ ഉയർച്ച താഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള സഹജീവികളോടുള്ള ഓരോ കരുതലും കരുണയും വായനയും. അതായത് അവരുടെ കണ്ണിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും. കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും, ഭാവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വായന, അക്ഷരങ്ങള്, ഇതിലുപരി പ്രകൃതി. പണ്ടൊരിക്കലും വായിച്ചൊരു പുസ്തകത്തിന്റെ ഒരു ഓർമ്മയുണ്ട്. അതിന്റെ വൃക്ഷങ്ങളുടെ രഹസ്യ ജീവിതം എന്നാ ആ പുസ്തകത്തിന്റെ പേര്. അതിനകത്ത് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള എന്നാൽ ഭയങ്കര കൗതുകം ഉണർത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു ആപത്ത് അവർക്ക് വരുവാണെങ്കിൽ അവര് വേരുകളിലൂടെ സന്ദേശങ്ങൾ അയക്കുന്ന കാര്യത്തെ പറ്റിയും അവര് കൈമാറുന്ന സന്ദേശത്തിന്റെ ആ തീവ്രതയെ പറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന കാര്യങ്ങളെ ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന ഒരു പുസ്തകമാണത്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, കൂട്ടിച്ചേർത്ത് വായിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ മനുഷ്യർക്ക് ഇതുപോലെ ഒന്ന് ഒന്നിച്ചു നിൽക്കാനും ആപത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാനും ഒരുമിച്ച് ചേർക്കപ്പെടാനും ഇങ്ങനെ ഒരു, അതായത് ആ രഹസ്യ ജീവിതം എന്നുള്ളത് അവിടെ വളരെ പോസിറ്റീവായ രീതിയിലാണ് വരുന്നത്. അങ്ങനെ ആണെങ്കിൽ ഈ പ്രകൃതി നമുക്ക് നൽകുന്ന എന്തെല്ലാം സന്ദേശങ്ങളുണ്ടെന്ന് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു പൂവ് വിടരുമ്പോഴുണ്ടാകുന്ന ചില ഭംഗിയുണ്ട്, അതിനകത്തൊരു സന്ദേശമുണ്ട്. ഒരു മഴ പെയ്യുമ്പോൾ മഞ്ഞുതുള്ളിയിൽ ഒരു സൂര്യൻ ഇങ്ങനെ വിരിഞ്ഞ് രാവിലെ വരുമ്പോൾ, ഇതിലൊക്കെ നമ്മൾ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും ശ്രദ്ധിച്ചാലുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വായനയിൽ പെടുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേണം, പുസ്തകങ്ങൾ വേണം, കയ്യിലെടുക്കണം. ഈ പുസ്തകങ്ങൾ കയ്യിലെടുക്കുമ്പോൾ ആ വരികൾക്കിടയിലൂടോ വാക്കുകൾക്കിടയിലൂടോ നമുക്ക് സഞ്ചരിക്കാൻ കഴിയണമെങ്കിൽ അതിന്റെ പ്രാപ്തി തുടങ്ങുന്നത് ഒരമ്മയുടെ മുഖത്തു നിന്ന് നമ്മൾ ഒരു കുഞ്ഞു വായിച്ചെടുക്കുന്ന, ഫീല് ചെയ്തെടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി വന്ന് ആണ് രൂപപ്പെട്ടു വരുന്നത്. ആ തൊടലാണ് പിന്നീട് നമ്മൾ പുസ്തകത്തിന്റെ തൊടലിലേക്ക് മാറ്റി വെക്കുന്നത്. ഇതിന് ഇടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടെങ്കിലും ചോദിക്കാൻ ഞാൻ ആ വിഷയത്തിലൂടെ കടന്നു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മളെ വായിക്കാനാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഒരു മനുഷ്യൻ അവനവനിലേക്കുള്ള യാത്രയാണ് ശരിക്കും ഏതൊരു യാത്രയെക്കാളും ഏതൊരു വായനയെക്കാളും ഒരു മനുഷ്യന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും. ഒപ്പം അത് സാധിച്ചു കഴിഞ്ഞാലായിരിക്കും നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്ക് വളർന്നു തുടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് അവനവനെ മനസ്സിലാക്കി, അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. അതിലൂടെ കടന്നു പോയിട്ട് വന്നിട്ടുള്ള ഒരാൾക്കാണ് വേറൊരാളിനെ മനസ്സിലാക്കാനും വായിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുക. അങ്ങനെ വരുമ്പോഴാണ് പ്രകൃതി വായനയിൽ വരും, ചുറ്റുമുള്ള സഹജീവികൾ വരും. ഏറ്റവും പ്രധാനമായിട്ടും നമുക്കൊപ്പം കഴിയുന്ന മനുഷ്യരുണ്ടാവും. ദൂരെ ഇരിക്കുന്ന എന്നുള്ളതിലുപരി
ദിനേന നമ്മുടെ കൂടെ സഹവസിച്ച് ജീവിക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കുക, സഹാനുഭൂതിയോട് കൂടിയിട്ട് അവരോട് പെരുമാറാൻ കഴിയുക. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ദിനേന നമ്മുടെ കൂടെ കഴിയുന്നവരോട് പുറത്തുള്ളവരോട് പെരുമാറുന്ന പോലെ പെരുമാറാനും അവരെ വായിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുന്ന ഒരു രീതി എന്ന് പറയുന്നതാണ്. അത് ശരിക്കും തുടങ്ങേണ്ടത് എമ്പതറ്റിക്കൽ ലിസണിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നത് ആ വായന ശരിയായി വരുമ്പോഴാണ്. വായന ശരിയായി വരുമ്പം നമുക്ക് കേൾക്കാനും നന്നായി കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ തന്നെ അക്ഷരങ്ങൾക്ക് ഹൃദയവുമുണ്ട്, ശബ്ദവുമുണ്ട്. ശബ്ദമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ശബ്ദം വരുന്നത് എങ്ങനെയാ, പുസ്തകത്തിലെ അക്ഷരങ്ങൾക്ക് എങ്ങനെയാ ശബ്ദം വരിക എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാല് അതിനെ ആത്മാവറിഞ്ഞ് വായിച്ചാൽ മാത്രം കിട്ടുന്ന ഒന്നാണ് അക്ഷരങ്ങളുടെ ശബ്ദം അല്ലെങ്കിൽ സ്വരം എന്ന് പറയുന്നത്. അതങ്ങനെ ആത്മാവറിഞ്ഞ് വായിച്ചാൽ അത് നമ്മളെ ശാന്തിയിലേക്ക് കൊണ്ടുപോകും. പേഴ്സണലി പറഞ്ഞാൽ തന്നെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിലും ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ കുഞ്ഞുങ്ങള് ഇവിടെ എനിക്ക് തോന്നുന്ന നാട്ടിലുള്ളതിനേക്കാളും കുഞ്ഞുങ്ങൾക്ക് വായനയ്ക്ക്, അതായത് മലയാളം പോലെയുള്ള വായനകൾക്കൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന മക്കൾ ഇവിടെ ഉണ്ട്. അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അവര് പറയും, ഈയിടെ ഞാനൊരു കുട്ടിയെടുത്ത് അവർക്കൊരു ടാസ്ക് പോലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, കഥ പറയാനുള്ള ഒരു ഇത്. അപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, മാമ ഞാൻ പുസ്തകം എടുത്തു കഴിയുമ്പോൾ എനിക്ക് എന്താണെന്നറിയാത്ത രീതിയിൽ ഉറക്കം വരും, ഞാൻ ഉറങ്ങിപ്പോവും. ഞാൻ പിന്നെ നീ ഭാഗ്യവാനാണ്. കാര്യം എന്ന് വെച്ചാല് ഇഷ്ടത്തോടാണല്ലോ നീ ആ പുസ്തകത്തിനെ അക്ഷരങ്ങളെയും തൊട്ടത്. അത് നിന്നെ ഉറക്കുന്നെങ്കിൽ കാര്യമായിട്ടുള്ള കൂളിങ് അല്ലെങ്കിൽ ശാന്തി നിനക്കത് തരുന്നുണ്ടോ എന്ന് നീ ഒന്ന് വിശ്വസിച്ചിട്ട് അതിനോട് കൂടുതൽ കൂട്ടുകൂടാൻ ശ്രമിക്കുക. പതുക്കെ പതുക്കെ അത് മാറുമെന്ന് പറഞ്ഞു കൊടുത്തു. രസാവഹമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടുന്നതും. അപ്പോഴ് വായന പ്രകൃതിയിലൂടെ, മനുഷ്യനിലൂടെ, സഹജീവികളിലൂടെ എന്ന തലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. വായന എന്നത് പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ മാത്രം വായിക്കുക എന്നുള്ളതല്ല. അതായത് ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും മനസ്സിലാക്കാനുള്ള ഒരു യാത്രയാണ് അത്. ആ യാത്രയായിട്ടാണ് ആ വായനയെ കാണാനുള്ള നമ്മളുടെ ഈ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂവിലും പുല്ലിലും നമ്മളുടെ ഒരു മഞ്ഞുതുള്ളിയിലും അത് നമുക്ക് സാധ്യമാകും. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിനെ, നമ്മുടെ ബോധമണ്ഡലത്തിനെ നമ്മൾ തുറന്നു വെക്കുക എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ അക്ഷരങ്ങളിൽ നിന്ന് ആരംഭിച്ച് പ്രകൃതിയിലേക്കും എല്ലാ പ്രപഞ്ചത്തിലേക്കും നമുക്കതിനെ വ്യാപിപ്പിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഉള്ള ഒന്നാണ് ഒരു കുട്ടിയുടെ ഒരു ഡിപ്രഷന്റെ ഒരു തലത്തിലേക്ക് എത്താനുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ആ കുട്ടിയെടുത്ത്, ഏറ്റവും നല്ലൊരു കൂട്ടുണ്ടോ? അതായത് എന്തും നമ്മൾ ചെയ്യുന്ന എന്തും തുറന്നു പറഞ്ഞാലും മുൻവിധിയില്ലാതെ നിന്നെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കൂട്ട് നിനക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സങ്കടത്തോട് കൂടിയിട്ട്, വളരെ ആ കണ്ണുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതേപോലെ സങ്കടത്തോടു കൂടി പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ അത് വിഷമിക്കണ്ട, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പുസ്തകം നീ എടുക്കുക, ഇല്ലെങ്കിൽ അത് ആരുടെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുക. അതിനെ നീ നല്ലൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ പോലെ ആക്കിയിട്ട് നീ അതിലൂടെ ഒന്ന് കടന്നു പോകുവോ, അതിനെ ആ ഒരു തലത്തിൽ എടുക്കുകയോ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു. ആദ്യം ആ കുട്ടി അത്ര ഒന്നും അതിനോട് സഹകരിക്കുകയോ ചെയ്തില്ല. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം നിരന്തരമായ ശ്രമങ്ങൾക്കും വായനയ്ക്കും ഒടുവില് ഇപ്പൊ ഏറ്റവും നല്ലൊരു വായനയുള്ളൊരു കുട്ടിയാണത്. അതെന്നോട് പറഞ്ഞു, മാം, എനിക്കിനിയിപ്പോ ഒരു വിഷമം വരുമ്പോൾ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ എടുക്കുമ്പം അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം, ഞാൻ വായിച്ചു തീർത്ത് വെച്ച പുസ്തകം. ഞാൻ ചോദിച്ച ഏത് പുസ്തകമാണ് വായിച്ചതെന്ന് ചോദിച്ചപ്പം ഫാദർ ബോബി ജോസ് കട്ടിക്കടിന്റെ ഒരു പുസ്തകമാണ് ആ കുട്ടി വായിച്ചു തന്നു. അതിന് എങ്ങനെ കിട്ടി എന്നുള്ളത് എനിക്കൊരു അത്ഭുതം തോന്നി. കാര്യം നമ്മള് പുസ്തകം അല്ലെങ്കിൽ വായന തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത് ആ കുട്ടി എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ഓർത്തിട്ട് എനിക്കൊരു സന്തോഷം തോന്നി. കാര്യം ആ തെരഞ്ഞെടുപ്പ് നന്നായിരുന്നു. കാര്യം അതിന്റെ അവസ്ഥയിൽ നിന്നും അതിനെ സ്വയം ഹീല് ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വാക്കുകളുള്ള ഒരു പുസ്തകം തന്നെ ആയിരുന്നു ആ കുട്ടി അന്ന് തിരഞ്ഞെടുത്തത് എന്നുള്ളത് കൊണ്ട്. അങ്ങനെ ആദ്യ ആ കുട്ടിയുടെ ഗൗരവപൂർണമായ ആ വായന അതിനെ ആ വിഷമത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചു എന്നുള്ളത് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു. അതിനുശേഷം ആ കുട്ടി അത് വന്ന് ക്ലാസ്സിൽ അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആഴ്ചയിലൊരിക്കലോ എപ്പോഴെങ്കിലും ഇതുപോലൊരു സെമിനാർ പോലെയൊക്കെ കുഞ്ഞുങ്ങൾ വായിച്ചതിനെ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് വായനാശീലം വർദ്ധിപ്പിക്കാനായിട്ട്. അപ്പൊ നന്നായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതിന് നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, നമുക്ക്
അതായത് വിശ്വസിക്കാൻ കൊള്ളുന്ന നല്ലൊരു ചങ്ങാതി തന്നെയാണ് വായനയും പുസ്തകവും അക്ഷരങ്ങളും എന്നുള്ളത്. നമ്മളുടെ ഈ വായന അക്ഷരങ്ങളിലൂടെ മാത്രമല്ലാതെ പുരോഗമിക്കുമ്പോൾ വരികൾക്കിടയിലൂടെ നമുക്ക് വായിക്കാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച പോലെ ഒരു മനുഷ്യന്റെ അവന്റെ ഹൃദയത്തില്, അതായത് അവൻ പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞ ഒരാൾ മുന്നിൽ വന്നിരിക്കുമ്പോൾ അത് സന്തോഷത്തിൽ അവർ മുന്നിൽ വന്നിരിക്കുമ്പോഴും അവരുടെ ചില ഭാവ വ്യത്യാസങ്ങളിലൂടെ, അവരുടെ കണ്ണുകളിലൂടെ, അവരുടെ നിശ്വാസത്തിന്റെ രീതികളിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അതിന് നമ്മൾ വലുതായിട്ട് നമുക്ക് പഠിപ്പൊന്നും വേണമെന്നില്ല. നിരീക്ഷണം, അതായത് ശ്രദ്ധ, നിരീക്ഷണ ബുദ്ധി, ശ്രദ്ധയുണ്ടായാൽ മതി നമുക്ക്. അതിപ്പോ ഒരു വായനയായാലും അത് അങ്ങനെ തന്നെയാണ്. കാര്യം എന്ന് വെച്ചാല് നമ്മൾ വായിച്ചു പോകുമ്പോൾ അശ്രദ്ധമായിട്ടുള്ള വായനയും ഇഷ്ടപ്പെട്ടുള്ള വായനയും, പലർക്ക് പല രീതിയിലായിരിക്കും വായനയ്ക്കുള്ള അന്തരീക്ഷം ഇഷ്ടപ്പെടുക. ചിലർക്ക്, എനിക്കൊക്കെ വർഷങ്ങൾക്ക് മുൻപ് രാത്രിയിൽ ഒഴിഞ്ഞ് ആരുടെ അനക്കമില്ലാതിരിക്കുമ്പോൾ വായിച്ചാൽ മാത്രമേ അതിനെപ്പറ്റി എഴുതാനോ പെട്ടെന്ന്, അതായത് ബഹളങ്ങൾക്കിടയിൽ നിന്ന് വായിക്കുന്നതിനേക്കാൾ നന്നായിട്ട് മനസ്സിലാക്കാനും പെട്ടെന്ന് കിട്ടുകയുള്ളായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് വായനയുടെ ചുറ്റുപാടുകളും നമ്മളെ ബാധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മുന്നിൽ വന്നിരിക്കുന്ന ഒരാള് നമ്മളോട് പറയുന്നുണ്ടായിരിക്കും പല കാര്യങ്ങളും, പക്ഷെ അവര് പറയാത്ത, അവര് മറച്ചു വെക്കുന്ന, നമ്മളിൽ നിന്ന് മാറ്റി വെക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത് മനസ്സിലാക്കാൻ നിരീക്ഷണ ബുദ്ധിയും ശ്രദ്ധയും, ശ്രദ്ധ എന്ന് പറയുന്നത് തന്നെയാണ്, നമ്മൾ ചുരുക്കം പറഞ്ഞു വന്നാല് ശ്രദ്ധ എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന്റെ എല്ലാം കാതലായിട്ട് വരിക. വായനയുടെയും, അതായത് പ്രകൃതിയായാലും മനുഷ്യനെ ആയാലും ഒക്കെ. നമ്മൾ കണ്ടിട്ടില്ലേ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്നതിന് മുൻപ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യനല്ലാത്ത ജീവജാലങ്ങളൊക്കെ അതിനെ തിരിച്ചറിയുമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇതിലെല്ലാം ശ്രദ്ധ ഒരു കാര്യമായിട്ടാണ് വരിക. അതുപോലെ തന്നെ വരികൾക്കിടയിലുള്ള ഈ വായനയും, ആ മനസ്സിനെ വായിക്കുക എന്ന് പറയുമ്പോൾ അതിനാദ്യം നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേൾക്കുക, ശ്രവിക്കുക, ലിസണിങ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ ലിസണിങ് പവർ എത്രത്തോളമാണോ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക നിത്യേന നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരോടും ഇടപെടുന്ന മനുഷ്യരോടും പ്രകൃതിയോടും ഒക്കെ തന്നെയാണ്. അതായത് ഒരു മുൻവിധിയും ഇല്ലാതെ നമുക്ക് സമീപിക്കാൻ കഴിയണം. മുൻവിധിയൊന്നുമില്ലാതെ ഒരു പുസ്തകം തന്നെ നമ്മൾ കയ്യിലെടുത്താലും, എൻ്റെ ഒരു ശീലം, ഒരു വ്യക്തിപരമായിട്ട് പറഞ്ഞാല്, അതിന്റെ മുൻഭാഗത്ത് ആരെങ്കിലുമൊക്കെ മുഖവുരയായും ആമുഖമായും ആശംസയായും ഒക്കെ എഴുതി വെച്ചേക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ കാര്യത്തിലോട്ടൊന്നും കടന്നു പോകാതെ വേറെ ഒരു മുൻവിധിയും ഇല്ലാതെ ആ പുസ്തകത്തിലേക്ക് പോവുക. ആ എഴുതിയത് ആരാണോ അവരുടെ ആത്മാവിന്റെ അംശമായിരിക്കും അവരതിലേക്ക് ഉരുക്കി ഒഴിച്ച് ഇട്ടിട്ടുണ്ടാകുക. അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു മുൻവിധിയും ഇല്ലാതിരിക്കുക. ഇത് മനുഷ്യനും ബാധകമാണ്, പ്രകൃതിയായിട്ടും ബാധകമാണ്. മനുഷ്യനെ നമ്മൾ അടുത്തിരിക്കുമ്പോഴത്തേക്ക്, ഇപ്പം ഏത് തലത്തിലുള്ള ഒരാൾ വന്ന് നമ്മുടെ, അത് പ്രായം വേണ്ട, ഏതൊരു ലിംഗഭേദം വേണ്ട, ഒന്നും വേണ്ട, നമ്മുടെ മുന്നിൽ വരുന്ന മനുഷ്യന് ഇതേപോലെ തന്നെ മുൻവിധിയില്ലാതെ നമുക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു വളർച്ചയിലേക്ക് നമ്മൾ എത്തിയാൽ ഉറപ്പായും ആ വായന നന്നായിരിക്കും, ആ ബന്ധം നന്നായിരിക്കും, ആ കൊണ്ടുപോകുന്ന രീതികളും നന്നായിരിക്കും. അതുപോലെ തന്നെ മടുക്കുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാതെ വേണം വായനയെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതും, അതേപോലെ മാനുഷിക ബന്ധങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതും. അതിനാണ് വായന എപ്പോഴും, എങ്ങനെ, എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം, ബന്ധങ്ങൾ പോലെ തന്നെ. അതേപോലെ നമ്മൾ വായന ദിനവും പുസ്തക ദിനവും ഒക്കെ ആചരിക്കുമ്പം ഒരു തമാശ പോലെ ഓർക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. കാര്യം, പുസ്തകങ്ങൾ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് നിറഞ്ഞു പൊടിയടിച്ചിടിക്കുന്ന ഒരു അലമാരയും, അത് ഒരു സോഷ്യൽ മീഡിയയിൽ എടുത്തിടാൻ ഒരു ഫോട്ടോയും കുറച്ച് ലൈക്കും ഒരു കമന്റും ഉണ്ടെങ്കിൽ അതായി എന്ന് പറയുന്ന ഒരു തമാശ നമ്മൾ കാണുന്നുണ്ട്. ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല, ദിനേന, അതായത് നമ്മൾ എന്ത് വായിക്കുന്നു എന്നുള്ളതല്ല, എത്ര വായിക്കുന്നു എന്നുള്ളതുമല്ല, അതിനകത്ത് എന്തുണ്ട്, അതിനകത്ത് എന്താണ് ഉള്ളത്, നമ്മൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത്, അത് എത്രയും സോൾഫുൾ ആയിട്ടാണ്, എത്രയും ശ്രദ്ധയോടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഒരു കാര്യമാണ്. അറിവ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് വായന എന്ന് പറയുമ്പോൾ. ആ അറിവ് കിട്ടുക എന്ന് പറയുന്നതിലുപരി തന്നെ നമുക്ക് ഉണ്ടാകാനുള്ള വേറൊരു കാര്യമുണ്ട്, നല്ലൊരു മനുഷ്യനായി തീരാൻ. അതായത് കലാപങ്ങളുടെയും കാലുഷ്യങ്ങളുടെയും മാറ്റിയിരുത്തലുകളുടെയും ഒക്കെ ഒരു കാലത്ത്
വളർന്നു വരുന്ന നമ്മുടെ തലമുറയും ഒപ്പം നമ്മളും ബാക്കിയുള്ളവരെ നന്നാക്കുന്നതിന് മുന്നേ ആദ്യം നന്നാവേണ്ട നമ്മൾ തന്നെയാണെന്നുള്ളത് കൊണ്ട് ആദ്യം നമ്മളെ തന്നെ നന്നാക്കാന്, നമ്മളെ തന്നെ മറ്റൊരാളാക്കി മാറ്റിയെടുക്കാന് വായനയ്ക്ക് കഴിയും. അതിനൊരു ഉദാഹരണം, എൻ്റെ ഒരു നല്ല പതിയുടെ, അതായത് ഹസ്ബൻഡിന്റെ ഒരു കസിൻ, ഒരു മോനുണ്ട്. അവന് അംഗപരിമിതികളുള്ള ഒരു കുട്ടിയാണ്. അവന് DC ഉൾപ്പെടെയുള്ള എല്ലാ പോർട്ടലുകളിലും ഒക്കെ പുസ്തകത്തിന്റെ ആസ്വാദനം എഴുതുന്ന ഒരു കുട്ടിയും കൂടെയാണ് അവൻ. അതിനെല്ലാം അതിജയിച്ച് ഇപ്പം സ്വന്തം പ്രയത്നത്തിലൂടെ ഒരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു മിടുക്കനായ കുട്ടി. അവൻ എന്നോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ മാമി എന്നാണ് വിളിക്കുക. അപ്പം വിളിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, മാമി ഞാൻ ഈ മുറിക്കകത്തിരുന്നു കൊണ്ട് ഏതൊക്കെ ലോകത്ത് പോയി വരുന്നുണ്ടെന്ന് മാമിക്ക് അറിയുമോ എന്ന് ചോദിച്ചൊരു ചോദ്യം. ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞിട്ടൊക്കെ അതുണ്ടെങ്കിലും ഒരാളുടെ അനുഭവത്തിൽ നിന്ന് അയാൾ പങ്കുവെക്കുക, അതും അത്രയും മാത്രം പ്രായമുള്ള ഒരു കുട്ടി, അവൻ 19-20 വയസ്സുള്ളപ്പോഴാണ് എന്നോട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. ഞാൻ ഏതെല്ലാം ലോകത്ത് പോയി വരുന്നുണ്ട്, ലോകസഞ്ചാരം നടത്തി വന്നതാണ്. അവൻ യാതൊരു നാണവുമില്ലാതെ ഒരാളിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെയുള്ള തലമുറയും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ വായന മരിച്ചു എന്നൊന്നും നമുക്കൊന്നും പറയാനുള്ള ഒരു അവകാശവും ഇല്ല. അവന്റെ പുസ്തക ശേഖരമാണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച. നാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് പങ്കുവെക്കുന്ന ഒരാളും കൂടിയാണ് അവന്. നമ്മുടെ വിഷയം, നമ്മുടെ ഈ പുസ്തകങ്ങൾ നമ്മുടെ പുതിയ പുതിയ ലോകങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ സമ്മർദ്ദങ്ങളെയും വിഷമങ്ങളെയും ഇല്ലാതാക്കാൻ, അതൊരു ശീലം, എന്ത് കാര്യവും നമ്മൾ ശീലമാക്കുന്നതിലാണ് കാര്യം. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു കാര്യത്തിനെ ജീവിതത്തിൽ നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി പോലും, നമ്മളുടെ ഭൗതിക തലങ്ങൾ പോലും, നമ്മുടെ മാനസിക വിചാരങ്ങൾ പോലും അതിനെ അനുകൂലിച്ച് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നമ്മൾ പുതുക്കും, റീവയറിങ് ചെയ്യും. ഇതാണ് ഹീലിങ്ങും വായനയും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. ഭൗതികമുണ്ട്, അതിനേക്കാളൊക്കെ ഉപരി ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാര് ഏറ്റവും കൂടുതൽ തേടി ഓടുന്നത് കൗൺസിലേഴ്സിനെയും ഹീലേഴ്സിനെയും ഒക്കെ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ നമ്മുടെ കൈ അകലത്തിൽ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നന്നതാണെങ്കിൽ നമുക്ക് അതിലേക്ക്, അഥവാ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ നമ്മളെ നയിക്കാൻ നല്ല കൂട്ടർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈ നമ്മുടെ കൈയകലത്തിലുള്ള അക്ഷരങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട് നമുക്കുള്ള ഹീലിംഗ്. ഒരു ചെറുപ്പകാലത്തുള്ള ഒരു കൗതുകം ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പുസ്തകം സമ്മാനിക്കുന്ന എൻ്റെ ഉമ്മിച്ചായിരുന്നു. അപ്പോൾ ആ പുസ്തകങ്ങൾ, എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടാകുന്ന സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഏതെങ്കിലും പ്രിയപ്പെട്ട പുസ്തകങ്ങളുടെ ഒരു നിര പ്രത്യേകിച്ച് മാറ്റി വെച്ചിരിക്കും, അത് മിക്സ് ചെയ്യത്തില്ല. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകം എടുത്തിട്ട് കണ്ണടച്ച് പിടിച്ചിട്ട് ആ പുസ്തകം ഇങ്ങനെ തുറക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതിനകത്ത് കാണുന്ന വായിക്കുന്നതൊക്കെ ഹൈലൈറ്റ് ചെയ്തു പോകുന്ന ഒരു ശീലവും ഉണ്ട്. കണ്ണടച്ചിട്ട് ഇങ്ങനെ തുറക്കുമ്പം കാണുന്ന വരികള്, അത് ചിലർക്കൊരു തമാശയായിരിക്കാം, ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. എനിക്ക് ഭയങ്കര സമാശ്വാസമായിരുന്നു. കാര്യം എന്ന് വെച്ചാല് ഒരു സുഹൃത്തിനെ പോലെ, മനസ്സറിയുന്ന ഒരു സുഹൃത്തിനെ പോലെ ഞാൻ തുറക്കുന്ന പേജിൽ ഒരുപക്ഷെ ഞാൻ തേടുന്നതിനുള്ള ഉത്തരം കിടക്കുന്ന പോലത്തെ അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഉണ്ടോ എന്നറിയത്തില്ല, തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. പക്ഷെ അത് ചെറുപ്പകാലത്തിൽ ഏറ്റവും ആസ്വദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ഹീലിംഗ് എന്ന് പറഞ്ഞു വരുന്നത് അക്ഷരങ്ങളിലൂടെ ഉണ്ട്, പുസ്തകങ്ങളിലൂടെ ഉണ്ട് എന്നുള്ളത്. ഒരു കുട്ടി, ഈ അടുത്ത് കണ്ട ഒരു ഫോട്ടോയിൽ ഏറ്റവും ഇഷ്ടവും കൗതുകവും തോന്നിയ ഒരു കുട്ടി ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് നിൽക്കുന്ന ഒരു കാര്യം, അത് കണ്ടപ്പോഴാണ് ശരിക്കും ഈ ആശയം, ഫെമി എന്നോട് ഇതുപോലെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഹീലിങ്ങും അതുപോലെ തന്നെ വായനയും കൂടെ കൂട്ടിച്ചേർക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആദ്യം ഓർമ്മ വന്ന ചിത്രം ആ കുട്ടിയുടേതാണ്. വായന ശരിക്കും ഒരു മരുന്നായിട്ടല്ല, ശരിക്കും വായന തന്നെ ഒരു സൗഖ്യമായിട്ട് മാറുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. തെറാപ്പികൾ പലതരം ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആശ്വാസവും സൗഖ്യവും കിട്ടാൻ വേണ്ടി ഓടുന്ന ഒരു കാലത്ത് വായനയെ ആ തലത്തിലേക്കൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് പലർക്കും പലതായിരിക്കും. വിശ്വാസപരമായിട്ടുള്ളവരുണ്ട്, വൈജ്ഞാനികപരമായിട്ടുള്ള വായനയുണ്ട്. വിശ്വാസപരമായിട്ടുള്ള വായനയാണെങ്കിൽ നമുക്ക് ഓരോ വിശ്വാസവും അനുസരിച്ചും അത് നമുക്ക് സൗഖ്യം തരും. അതിന്റെ അർത്ഥതലങ്ങൾ അറിഞ്ഞ്, അതിന്റെ ആഴങ്ങൾ അറിഞ്ഞ് നമ്മൾ അതിലേക്ക് പോകാൻ തയ്യാറാണ് എങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് സൗഖ്യം ഉണ്ടാവും. ഒരു നല്ല പുസ്തകം ഒരു സുഹൃത്തിനേക്കാളും നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ, ഈ പറഞ്ഞു വന്ന കാര്യത്തിലൂടെ, അനുഭവത്തിലൂടെ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ആ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും പുസ്തകത്തിനും അറിവിനും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത്.
അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകളെ ഇപ്പം നമ്മൾ ഏറ്റവും ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണ് സ്ട്രെസ്, എന്താണ് ഡിപ്രഷൻ എന്നുള്ള അർത്ഥം പോലും അറിയാത്ത കുഞ്ഞുങ്ങൾ വരെ ഇങ്ങനെ പറയലുണ്ട്. എനിക്ക് സ്ട്രെസ്സാണ്, എനിക്ക് ഡിപ്രഷനാണ്. അതിന്റെ തലം എന്താണെന്നോ അതിന്റെ ഗൗരവം എന്താണെന്നോ അറിയാതെ പറയുന്നവരും അറിഞ്ഞു പറയുന്നവരും അനുഭവിക്കുന്നവരും ഉണ്ടാവും. പക്ഷേ നമ്മളൊരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി. ഒരു നല്ല പുസ്തകം എടുത്തിട്ട് അല്ലെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം എടുത്തിട്ട് ആവർത്തിച്ചുള്ള ഒരു വായനയോ ഇഷ്ടമുള്ള ഒരു വായനയോ അത് നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് ക്രമപ്പെടുത്താനും നമ്മളെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാനും നമ്മളിലേക്ക് എന്താണോ സ്ട്രെസ്സിന് കാരണമായി തീർന്ന കാരണം അതിനെയൊക്കെ ഒന്ന് അല്പനേരത്തേക്ക് മാറ്റിവെക്കാനും സഹായിക്കും. ശാസ്ത്രീയപരമായിട്ടും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പോഴ് ഇത്രയേ ഉള്ളൂ പറഞ്ഞു വന്നതിന്റെ സാരാംശം. എനിക്ക് തോന്നുന്നു 4:25 സമയം അടുക്കുന്നുണ്ടല്ലേ? ഓക്കെ. അതായത് ഓരോ പുസ്തകവും കയ്യിലെടുക്കുമ്പോൾ നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ മറ്റാരോ കൂട്ടത്തിൽ നടക്കാനുണ്ട്. അതാണ് ഒരു ജീവിതത്തിലെ ഏറ്റവും സമാധാനവും സന്തോഷവും സൗഖ്യവും ഒരു മനുഷ്യന് തരുന്ന കാര്യം. കൂട്ടുണ്ട് എന്നുള്ളത്. കൂട്ട് ചിലർക്കുണ്ടാകാം, ചിലർക്കുള്ളത് നല്ലായിരിക്കാം, ചിലത് നല്ലതായിരിക്കാം, ചിലത് അവനവനേക്കാൾ വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കാം. പക്ഷെ തിരിച്ചൊരു ദോഷവും ചെയ്യാത്ത നല്ലൊരു കൂട്ടാണ് നമുക്ക് പുസ്തകങ്ങളും അക്ഷരങ്ങളും. ഒപ്പം അത് നമുക്ക് സൗഖ്യം കൂടെ തരുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ, അതായത് ഏത് കാര്യത്തിനാണോ നമ്മൾ വായിക്കുന്നത് അതിന് ആ അക്ഷരങ്ങൾക്ക് നമ്മെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അക്ഷരങ്ങൾ ഒരു ആശ്വാസമാണ്, അക്ഷരങ്ങൾ ഒരു ഹീലിംഗ് ആണ്. അത് നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും, നമ്മളുടെ അതായത് മസ്തിഷ്കത്തെ അതിനെ സജീവമാക്കി നിർത്താൻ സഹായിക്കും. അതായത് ചിന്തകൾ ചിന്തോദ്ദീപകമായ കാര്യങ്ങളെന്ന് നമ്മൾ പറയും. ചിന്തകളാണ് ഒരു മനുഷ്യനെ ഏതൊക്കെ തലത്തിലേക്ക് കൊണ്ടുപോകും, അവനെ കൂളാക്കുന്നതോ സ്ട്രെസ് ആക്കുന്നതോ ഏത് തരത്തിൽ കൊണ്ടുപോകുന്നതോ ചിന്തകളാണ്. ആ ചിന്തകളെ നമ്മുടെ പരിധിയിലേക്ക് ക്രമപ്പെടുത്തി കൊണ്ടുവരാൻ സ്ഥിരമായ വായനകളും ചിട്ടയായ വായനകളും സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിലൊക്കെ ഉപരി സ്വയം തിരിച്ചറിയാൻ നമ്മളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ പൊടി തട്ടിയെടുക്കാനും നമ്മളെ റിഫൈൻ ചെയ്തെടുക്കാനും ഈ വായന സഹായിക്കും. ഒപ്പം പ്രതീക്ഷയും ആത്മവിശ്വാസവും നമുക്ക് തരാൻ വേണ്ടിയിട്ടും നല്ല വായനകൾ സഹായിക്കും. പുസ്തകങ്ങളിൽ നിന്ന് ലോകങ്ങളിലേക്കാണ് നമ്മൾ പറന്നു കയറുക. വാക്കുകൾ എല്ലാവർക്കും ഉണ്ടെങ്കിലും വാക്കുകളുടെ വെളിച്ചത്തിലേക്കും വായനയിലേക്കും നമുക്ക് പോകാൻ കഴിയട്ടെ എന്ന് ഈ ദിവസത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒന്ന് തൊടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ചിരുന്ന ഈ നിമിഷങ്ങൾ സാർത്ഥകമായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ വായിച്ചു തീർന്ന ഒരു പുസ്തകം നമ്മെ ഒരു പഴയ മനുഷ്യനായിട്ട് വിടുകയില്ല. കുറച്ചുകൂടി കരുണയുള്ളവനും കുറച്ചുകൂടി സുഖപ്പെട്ടവനും കുറച്ചുകൂടി സൗഖ്യമുള്ളവനോ ഉള്ളവളോ ആയിട്ട് വായന നമുക്ക് മാറ്റും. അതാണ് വായനയുടെയും ഹീലിംഗിന്റെയും തമ്മിലുള്ള ബന്ധവും ശക്തിയും. ഈ പ്രോഗ്രാമിലേക്ക് വാതിലൊരുക്കിയ എൻ്റെ പ്രിയപ്പെട്ട ഫെമി, ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ സൗഹൃദമാണ് ഫെമിക്കും കൂട്ടാളികളായ നുസിയയ്ക്കും സീനത്തിനും ഡിവിഷനും സിജിയുടെ ഇവിടുത്തെ ഒരു പ്രവർത്തക കൂടിയാണ് ഞാൻ. അതിന്റെ മീഡിയ കൺവീനറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, അതിന്റെ ഭാഗമാണ്. ഡിവിഷന്റെ എല്ലാ സാരഥികൾക്കും സിജിയുടെ നിസ്സീമമായ പ്രവർത്തനങ്ങൾക്കും ഈ അവസരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും എന്നെ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും ഇതിലൂടെ റിയാക്ഷനിലൂടെയൊക്കെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്, പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. എല്ലാത്തിനും ഒരുപാട് സ്നേഹം, സന്തോഷം. അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. അക്ഷരങ്ങൾ വെറുമൊരു മഷിക്കൂട്ടല്ല, മറിച്ച് മുറിവേറ്റ മനസ്സിന് അമൃതുരസിക്കുന്ന ജീവന്റെ കണികകളാണെന്ന് നാം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളാണിത്. അക്ഷരങ്ങളെ മാത്രമല്ല, പ്രകൃതിയെയും മനുഷ്യരെയും വായിച്ചറിയുമ്പോഴാണ് വായന പൂർണ്ണമാകുന്നതെന്നും അതൊരു ഔഷധമായി മാറുമെന്നും നമ്മെ ഓർമ്മിപ്പിച്ച സുന്ദരമായൊരു പ്രഭാതം. ONV സാറിന്റെ വരികൾ കടമെടുത്താല്, ഒരു വരി കവിതയാൽ, ഒരു ചെറു പുഞ്ചിരിയാൽ തുടക്കുവാനാവില്ലേ ഭൂമി തൻ കണ്ണീർ കണങ്ങൾ. അതെ, വാക്കുകൾക്ക് മുറിവേറ്റ മനസ്സിനെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിഖില മാം നമുക്ക് ലളിതമായി മനസ്സിലാക്കി തന്നു. ഇന്ന് ഈ വായനാ ദിനത്തിൽ പുസ്തകത്താളുകൾക്കൊപ്പം പ്രകൃതിയുടെ പച്ചപ്പിലും കൂടെയുള്ള മനുഷ്യന്റെ ഹൃദയ തുടിപ്പുകളിലും ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങളെ വായിച്ചെടുക്കാൻ നമ്മെ പ്രേരിപ്പിച്ച
റീഡിംഗ് ഫോർ ഹീലിംഗ് എന്ന ചിന്തക്ക് ജീവൻ നൽകിയ പ്രിയപ്പെട്ട നിഖില മാമിന് ഹൃദയം നിറഞ്ഞ നന്ദി. അക്ഷരങ്ങളിലൂടെയും പ്രകൃതിയിലൂടെയും മനസ്സിനെ സുഖപ്പെടുത്തുന്ന ആഴമേറിയ ഒരു വായനാനുഭവം സമ്മാനിച്ച നിഖി എന്റെ സൗഹൃദ വലയത്തിൽ പ്രിയപ്പെട്ടവളായി ഇടം നേടിയതും വായനയിലൂടെയാണെന്നുള്ളത് സന്തോഷവും അഭിമാനം നൽകുന്ന ഒന്നാണ്. ആ സൗഹൃദത്തിന്റെ കാമ്പ് തന്നെയാണ് ഈ പ്രഭാതത്തിൽ റിയാദിൽ നിന്ന് നമ്മോട് സംസാരിക്കാൻ എത്തിച്ചേർന്നതും. താങ്ക് യു. അതോടൊപ്പം ഈ ജ്ഞാന സദസ്സിന് പ്രൗഢി കൂട്ടിയ നിഖില മാമിന്റെ വാക്കുകളെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഡിവിഷൻ പ്രോഗ്രാമിന്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രശസ്ത എഴുത്തുകാരൻ ഫ്രാൻസ് കാഫ്ക പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലെ മരവിച്ച കടലിനെ തകർക്കുന്ന കോടാലി ആയിരിക്കണം ഓരോ പുസ്തകവും. പ്രകൃതിയെയും മനുഷ്യനെയും അക്ഷരങ്ങളെയും സ്നേഹിക്കുന്ന ഒരു നല്ല വായനാ സമൂഹം നമുക്ക് ചുറ്റും വളരട്ടെ. ഈ വായന നമ്മുടെ ഉള്ളിലും പുറത്തും പുതിയ വെളിച്ചം നിറക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, Neela ma'am. Thank you. Thank you all.